45-കാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് ചാക്കിൽ കെട്ടി വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കാം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ അവിടെയാണ് ഈ സംഭവം. 45 വയസ്സുകാരിയായിട്ടുള്ള അസീം അക്തർ എന്ന സ്ത്രീയാണ്. തണ്ടുവാൾ എന്നൊരു സ്ഥലം, അവിടെയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ സ്ത്രീയെ കണ്ടെത്തുന്നത്. ഞായറാഴ്ച വൈകുന്നേരമാണ് പ്രദേശവാസികൾ കാടിനുള്ളിൽ സംശയകരമായ രീതിയിൽ ഒരു ചാക്കുകെട്ട് കാണുന്നത്. ആ ചാക്കുകെട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഞരങ്ങുന്ന ശബ്ദം കേൾക്കുന്നു ആ നാട്ടുകാർ. അങ്ങനെ അടുത്തെത്തി പരിശോധിക്കുകയാണ്. ഉടൻ തന്നെ പോലീസിനെ കാര്യം അറിയിച്ചു. പോലീസ് എത്തിയാണ് ചാക്ക് തുറന്ന് ആ സ്ത്രീയെ പുറത്തേക്കെടുക്കുന്നത്, ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിയ ആ സ്ത്രീ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു ആ ചാക്ക് തുറക്കുമ്പോൾ തന്നെ സ്ത്രീ. ആരോഗ്യം തീരെയില്ലാത്ത സാഹചര്യം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത ശേഷം സ്ത്രീയുടെ മൊഴിയെടുക്കാമെന്നുള്ള ആലോചനയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ATM കയറി പൈസ എടുത്ത ശേഷം പുറത്തു വന്നതാണ് ആ സ്ത്രീക്ക് ഓർമ്മയുള്ളത്. അവിടെ വെച്ചാണ് തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് സ്ത്രീ പറയുന്നു. ഒരു വാനിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. 3 പേരുണ്ടായിരുന്നുവെന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. അസീം അക്തർ കയ്യും കാലും കെട്ടിയ ശേഷം അവരെ മർദ്ദിച്ചു. പിന്നീട് ബോധരഹിതയായി പോയി എന്നാണ് അവരുടെ ആകെ ഓർമ്മ. पैसे निकाल के नीचे आई हूँ, टेम्पो को बैठने लगी हूँ. वहाँ टेम्पो के पास जैसे बैठी हूँ, टेम्पो के बीच लड़का बैठ गया मेरे को, टेम्पो को तेज चला के वहाँ से मुझे भगा के मेरे सिर को चादर लपेट के बंद कर दिया मेरे को उसने. बंद करके मेरे को कोई दवाई नशा शनम से कहा गया. बस स्टैंड तक मुझे को थोड़ी होश थी, वहाँ तक गई. वहाँ से इसने 10-12 बंदे, वो 2 गाड़ियाँ साथ रख दी मेरी. 10-12 बंदे बिठा के मुझे पता नहीं फिर कहाँ घूमना है क्या कहाँ नहीं. ऑटो में बैठे थे सर. ആ മർദ്ദനമേറ്റ സ്ത്രീക്ക് ഒരു കാര്യം ഉറപ്പാണ്, തന്നെ ഉപദ്രവിച്ചവരെ കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന്. അങ്ങനെ തന്നെയാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണെങ്കിലും സംഭവം ആ നാട്ടുകാർക്കിടയിൽ വലിയ ഭയം, ആശങ്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയും വേഗം പ്രതികളെ കണ്ടെത്തണമെന്ന് ആ വീട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. बोलते कि आंटी कहीं किडनैप हो गई है. फिर पता चला कि इधर हॉस्पिटल में. हमको बस जस्टिस चाहिए, इंसाफ चाहिए और कुछ भी नहीं हमको चाहिए. बस हम यही चाहते हैं कानून से. ये मेरी बच्ची का साथ ऐसा हुआ है, आपकी बच्ची यहाँ आपकी बहनें भी होंगे, उनके साथ भी ऐसा ही होगा. आपको गिरावट नहीं होगी क्या? प्लीज हमसे पहले आप उनको लाए इधर आऊंगे. എന്താണെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു നാട്ടിൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുക, മർദ്ദിക്കുക, അവിടെ ഒരു കൊലപാതകമോ അത്തരത്തിലുള്ള ശ്രമമോ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മർദ്ദിച്ച ശേഷം ചാക്കിൽ കെട്ടി ഒരു വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം, അതിശൈത്യമുള്ള സ്ഥലമാണ്, ജമ്മു കാശ്മീരിലാണ്. അവിടെ ഇത്തരത്തിൽ കൊണ്ടു തള്ളിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താകുമായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. എന്താണെങ്കിലും ആ ആശങ്ക, ആ ഞെട്ടൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്.